പരിമിതമായ തോതിലാണെങ്കിൽ തന്നെയും ഗൾഫിലും ജനാധിപത്യം തന്നെയാണ്. അതിൻ്റെ സാധ്യതകളും വളരെ വലുതാണ്. വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുവൈത്തിൽ പരിമിത ജനാധിപത്യം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. തുടർച്ചയായ പാർലമെൻറ്റ് സ്തംഭനം മാത്രമല്ല, പാർലമെൻറ്റ് പിരിച്ചുവിടുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇതാ 15ാമത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമാപിച്ചിരിക്കുന്നു. ആര് ജയിക്കുന്നു എന്നതല്ല പ്രധാനം, നേരെ മറിച്ച് ജനാഭിലാഷങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ കുവൈത്ത് പാർലമെൻറ്റ് എത്ര കണ്ട് വിജയിക്കുന്നു എന്നതാണ്. അതേക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. കുവൈറ്റിൽ 15ാമത് ദേശീയ അസംബ്ലിയിലേക്കുള്ള ജനവിധി അവസാനിച്ചതേയുള്ളൂ. 4.5 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇക്കുറി പോളിംഗ് ബൂത്തുകളിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനെത്തിയത്. ഗൾഫ് മേഖലയിൽ പരിമിതമായ അർത്ഥത്തിലാണെങ്കിലും ജനായത്ത പ്രക്രിയയ്ക്ക് ആദ്യം തുടക്കം കുറിച്ച രാജ്യമാണ് കുവൈത്ത്. First National Assembly in 1963, and since then the people in Kuwait usually on those days they go to all the candidates in their region and their counties to check on their views and their solving the problems and what's they're looking for in the future to solve all what's going on. നിയമനിർമ്മാണത്തിലും നയരൂപീകരണത്തിലും മികച്ച തോതിൽ സ്വാധീനം പുലർത്താൻ സാധിക്കുന്നു എന്നതാണ് കുവൈത്ത് ജനായത്ത പ്രക്രിയയുടെ കരുത്ത്. ഒരു വഴിപാട് ഉത്സവമല്ല കുവൈത്തിന് പാർലമെന്റ് സമ്മേളനങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി ശക്തമായ തോതിൽ ശബ്ദമുയരുന്നുണ്ട്. ജനവിരുദ്ധ നയങ്ങളുടെ പേരിൽ മന്ത്രിമാരെ കുറ്റവിചാരണ നടത്താൻ വരെ കുവൈത്ത് ഘടനയിൽ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ട്. ഇത് പലപ്പോഴും അതിരുകടക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അത്തരം ഘട്ടങ്ങളിൽ പാർലമെന്റ് പിരിച്ചുവിടലിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തുകയാണ് പതിവ്. കുറെ കാലമായി ഈ അസ്ഥിരതയുടെ വഴിയിലാണ് കുവൈത്തിലെ ജനായത്ത പ്രക്രിയ. 2013 നടന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാർ അനുകൂലികൾക്കായിരുന്നു മേൽക്കൈ. എന്നിട്ടും പതിവ് സംഘർഷത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. കാലാവധി പൂർത്തിയാക്കാൻ 9 മാസങ്ങൾ അവശേഷിക്കെ പ്രത്യേക ഓർഡിനൻസ് മുഖേന അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹ് പാർലമെന്റ് പിരിച്ചുവിടുകയായിരുന്നു. കുവൈത്ത് ജനായത്ത പ്രക്രിയയ്ക്ക് കരുത്തേകാനാണ് തീരുമാനമെന്നായിരുന്നു വിശദീകരണം. എണ്ണവില തകർച്ചയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ കൈക്കൊണ്ട സാമ്പത്തിക പരിഷ്കരണ നിർദ്ദേശങ്ങൾക്കെതിരെ എംപിമാർ രംഗത്തു വന്നതാണ് ഇക്കുറി സ്ഥിതി വഷളാക്കിയത്. പെട്രോൾ സബ്സിഡി ഇല്ലാതാക്കാനുള്ള സർക്കാർ നീക്കത്തെ എംപിമാർ ചോദ്യം ചെയ്തു. ഏറ്റുമുട്ടൽ കനത്തതോടെ അനുരഞ്ജന ശ്രമങ്ങൾ നടന്നു. എംപിമാർ പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഒടുവിൽ അമീരി ഓർഡിനൻസിലൂടെ പെട്രോൾ നിരക്ക് വർധന സർക്കാർ നടപ്പാക്കുകയായിരുന്നു. ഇതോടെ മറുപക്ഷം കൂടുതൽ ക്ഷുഭിതരായി. തുടർന്ന് കുറ്റവിചാരണയും ബഹളവും. കുവൈത്ത് രാഷ്ട്രീയ നാടകത്തിലെ പതിവ് രംഗങ്ങളുടെ ആവർത്തനമാണ് പിന്നെ കണ്ടത്. ഒടുവിൽ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പ് കൂടി. Basically, the number of the candidates they are 50, and each county they are registered about 17 people up to 30 people candidates, and they win of each county 10 of them. So we have 5 counties. They're gonna elect 50. ജനായത്ത പ്രക്രിയയോട് പുറംതിരിഞ്ഞു നിന്ന പ്രതിപക്ഷ ഇസ്ലാമിക സഖ്യത്തിന്റെ നിലപാട് മാറ്റമാണ് ഇത്തവണത്തെ പ്രത്യേകത. കുവൈത്തിന്റെ തെരഞ്ഞെടുപ്പ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പിന്നിട്ട 2 തെരഞ്ഞെടുപ്പുകളും ഇവർ ബഹിഷ്കരിച്ചത്. ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെന്റ്, പ്രിൻസിപ്പൽസ് ഓഫ് നാഷണൽ ഗ്രൂപ്പുകൾ പക്ഷേ ഇത്തവണ സജീവമായി രംഗത്തുണ്ടായിരുന്നു. 2012 ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 50 സീറ്റുകളിൽ 35 നേടിയത് ഇസ്ലാമിസ്റ്റുകളായിരുന്നു. ഇത്തവണയും വിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിഭാഗം. മുൻകാല തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അല്പം സജീവത നിലനിന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്ന പ്രതിപക്ഷം ഇത്തവണ മത്സരരംഗത്ത് സജീവമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാമ്പുകളൊക്കെ സജീവമായിട്ട് വളരെ വീറോടും വാശിയോടും കൂടിയായിരുന്നു. 5 മണ്ഡലങ്ങളിൽ നിന്നായി 287 സ്ഥാനാർത്ഥികൾ ഇക്കുറി മത്സര രംഗത്തുണ്ടായിരുന്നു. ടെന്റുകളിലെ അത്താഴവിരുന്നും സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിനും പ്രചാരണ രംഗത്തെ സജീവമാക്കി.
ഇവിടെയുള്ള കുറേ യൂത്തും ഒരു 25-ൻ്റെയും ഒരു 35-ൻ്റെയും അല്ലെങ്കിൽ 40-ൻ്റെ ഇടയിലുള്ള കുറേ യൂത്ത്സും എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് നല്ല ബന്ധമാണ്. അപ്പോൾ അവരുടെ അടുത്ത് മനസ്സിലാക്കിയത് അവർക്ക് ഈ ജനാധിപത്യ ഈ പ്രോസസ്സിനോട് അത്ര വലിയൊരു താല്പര്യമൊന്നുമില്ല. അവർ ജസ്റ്റ് വോട്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു ഭാഗമാകുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞു ഇതൊരു ജസ്റ്റ് ഒരു ആഘോഷം, കുറേ ടെൻറ്റുകളുണ്ടാവും, കുറേ ഫുഡ് ഉണ്ടാവും, പിന്നെ കുറേ പരസ്യ കമ്പനികൾക്ക് ലാഭം ഉണ്ടാവും. ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം രാജാവിലാണ്, അല്ല ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലല്ല. രാജ്യത്ത് ചേക്കേറിയ ഇന്ത്യക്കാർ ഉൾപ്പെടെ വിദേശി സമൂഹവും താൽപര്യപൂർവ്വം കുവൈത്ത് ജനവിധി ഉറ്റുനോക്കുകയാണ്. സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്താനും വിദേശികൾക്ക് കുവൈത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുമുള്ള മുറവിളി തുടരുമ്പോൾ കുവൈറ്റ് പാർലമെന്റ് ആർക്കൊപ്പം നിലയുറപ്പിക്കും എന്നത് പ്രധാനമാണ്. കഴിഞ്ഞ പാർലമെൻറ്റുകളിലും അതേപോലെ തന്നെ വന്ന പ്രമേയങ്ങളും ബില്ലുകളുമെല്ലാം പലപ്പോഴും വിദേശികൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. വിസ പുതുക്കുന്ന ചാർജ് വർധനവ് മുതൽ വിദേശികളെ നാട് കടത്തുന്നത് മുതൽ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരുപാട് പ്രമേയങ്ങളായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റുകളിലൊക്കെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ അടക്കമുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ റിസൾട്ടിനെ കാത്തു നിൽക്കുന്നതാണ്. പരിമിത ജനായത്തം സുസ്ഥിരത പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്വദേശികൾ സംസാരിക്കുമ്പോൾ ഭാവി കുവൈത്തിന്റെ അടുത്ത നടപടി എന്തായിരിക്കുമെന്ന ആശങ്കയിൽ കഴിയുകയാണ് പ്രവാസി സമൂഹം. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.